അംഗീകരിക്കണമെന്ന് എനിക്ക് തോന്നിയ ഒരു ഡബിങ് എന്ന് പറഞ്ഞാൽ ഓ ഫാബി. കാര്യം അതൊന്നും ഒരു നടന്മാർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു വ്യക്തികൾക്ക് ഈ വോയിസിലൊരു ഗിമിക്സ് കാണിച്ചിട്ടില്ലേ? ഞാൻ ചെയ്തതാണ് കിടക്കുന്നത്, അല്ലാതെ ഒറിജിനൽ അല്ലാതെ അതിനകത്ത് എന്താണ് മെഷീനറി എന്നോട് അന്നൊന്നും ഇല്ലല്ലോ ഇങ്ങനെ. അതെൻ്റെ ഞാൻ ആർട്ടിഫിഷ്യലി ചെയ്തിരിക്കുന്നത് തന്നെയാണ്, അങ്ങനെ ആക്കി ചെയ്തത് തന്നെയാണ്. അതെങ്ങനെയാണ് അങ്ങനെ ചെയ്തത്? അതിപ്പോൾ പറയാൻ പറ്റത്തില്ല. പ്രായം കുറച്ചുണ്ട്, നല്ല ചെറുപ്പമല്ലേ അന്ന്, ഓർക്കണം. 21-22 വയസ്സേ എനിക്കുള്ളത് ചെങ്കോല് ചെയ്യുന്ന സമയം. അതിലെനിക്ക് അതിനകത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അതിനകത്ത് എല്ലാം എൻ്റെ ഡയലോഗ് കഴിഞ്ഞിട്ടാണ് ഡബ് ചെയ്തിട്ടാണ് ആദ്യം അങ്ങ് ബോംബെക്ക് അയക്കുന്നത്. ബോംബെയിൽ നിന്നാണ് അത് ചെയ്യുന്നത്. അതിനനുസരിച്ച് അവർ ചെയ്തുകൊണ്ട് വരുന്നതിനകത്ത് വീണ്ടും മിസ്റ്റേക്ക് ഉണ്ടാവും ഈ ലിപ് മൂവ്മെന്റ്. പിന്നെ നമ്മൾ ഡയലോഗ് എഴുതണം, അതിനുവേണ്ടി ഡയലോഗ് എഴുതി ഡബ് ചെയ്യണം. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ കാർട്ടൂൺ എന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിപ്സങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയലോഗ് ആദ്യമേ റെക്കോർഡ് ചെയ്തെടുക്കും, സ്റ്റുഡിയോ വെച്ച് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് അത് അവർക്ക് കൊണ്ടുപോയിട്ട് അവരത് കേട്ടോ. അത് ഹിന്ദിക്കാരാണല്ലോ ചെയ്യുന്നത്, മലയാളമല്ലേ ഡയലോഗ്. അപ്പം അങ്ങനെ അത് കേട്ടിട്ട് അതുപോലെ ലിപ്പ് അനക്കി അവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പടം വരച്ച് ഓരോ ഫ്രെയിം ഷൂട്ട് ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇന്നത്തെ പോലെ നമുക്ക് ആനിമേഷനൊന്നും അന്ന് ഇല്ലല്ലോ അത്. അപ്പോൾ ആ ഒരവസ്ഥയിൽ അത് അവർ ആർട്ടിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ലിപ്പ് മൂവ്മെൻറ്റ് അത് ചിലപ്പോൾ വ്യത്യാസം വരും, എക്സ്പ്രഷൻ പോലും വരും. ആ എക്സ്പ്രഷൻ അനുസരിച്ച് നമ്മൾ പിന്നെ ഡയലോഗ് നമ്മൾ നേരത്തെ ഡയലോഗ് മാറ്റണം. അങ്ങനെയൊക്കെയാണ് അത് ചെയ്തത്, ഇത്തിരി ശ്രമകരമായിട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കേൾക്കുന്നു. അതൊരു ഓക്വേർഡായിട്ട് തോന്നിയില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് അന്നൊക്കെ ഒത്തിരി സന്തോഷം, അതിനെക്കുറിച്ചൊക്കെ സന്തോഷമല്ല. അത് മറ്റേ ആർട്ടിസ്റ്റുകൾക്ക് ചെയ്യുന്നതിലൊന്നും വലിയ, പിന്നെ അവാർഡ് കിട്ടിയപ്പോൾ കുറച്ച് കാശ് കിട്ടിയതിലുള്ള സന്തോഷമുണ്ട്.